ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വോട്ടിംഗ് ശതമാനം ഉയരുന്നില്ല എന്നത്. നാലാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല. 67.47% പോളിംഗ് രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ കണക്ക്. സ്വാഭാവികമായും ഇതിൽ നേരിയ വർധനവിനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഡേറ്റ ഒരുപക്ഷെ ഈ മണിക്കൂറുകളിൽ കൂടിയൊക്കെയാണ് തയ്യാറാവുകയുള്ളൂ. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ബംഗാളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കശ്മീരിൽ ആണ് ഏറ്റവും കുറവ്. വിശദാംശങ്ങളുമായി MG മിഥുൻ ആണ് ചേരുന്നത്. മിഥുൻ, തുടക്കം മുതൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പോളിംഗ് നടന്ന കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ നടന്ന വോട്ടെടുപ്പ് അതിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കേരളത്തിലും വോട്ടിംഗ് ശതമാനം കുറയുകയാണ് ചെയ്തത്. അതോടുകൂടി വലിയ പ്രചാരണമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയത്. പക്ഷേ അതിൻ്റെ പ്രതിഫലനം പോളിംഗ് ബൂത്തിൽ കാണുന്നില്ല. എന്താകാം കാരണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ഒപ്പം പോളിംഗ് ശതമാനം കുറയുന്നതിനെ ഏത് തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അത് അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതാണ് വിലയിരുത്തൽ. അഭിലാഷ്, അതായത് ആദ്യം 3 ഘട്ടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. പക്ഷേ നാലാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ താരതമ്യേന മറ്റ് 3 ഘട്ടങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നാലാം ഘട്ടത്തിൽ 67.25 ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇനിയും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ ഔദ്യോഗിക വിവരം എത്ര ശതമാനം പോൾ ചെയ്തു നാലാം ഘട്ടം എന്നുള്ളത് പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. എന്തായാലും മുൻകാലങ്ങളിൽ 2019 69.12% പോളിംഗ് എങ്കിൽ അതിനടുത്തോട് തന്നെ എത്താനുള്ളൊരു സാധ്യത കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റു 3 ഘട്ടങ്ങളിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം തന്നെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഇടിവ് സംഭവിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 2019 അത് 69.43 ആയിരുന്നുവെങ്കിൽ ഇത്തവണ 66.1% പോളിംഗ് കുറയുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ 2019 അത് 69.64 ആയിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടം ഇപ്പോൾ എത്തിയപ്പോൾ 2024 എത്തിയപ്പോൾ 66.7 കുറയുന്നു. കൂടാതെ മൂന്നാം ഘട്ടം നോക്കുമ്പോൾ 65.68 ഇത്തവണ രേഖപ്പെടുത്തിയത്. അത് 2019 68.4% എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഈ ഒറീസ, ഒപ്പം തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ഒരു പോളിംഗ് ശതമാനം 2019 ഉയരുകയും ചെയ്തിരുന്നു. ഓരോ ഘട്ടങ്ങളിലും 85 മുകളിലേക്ക് പോകുന്നു. 80 മുകളിലേക്ക് തന്നെ പോളിംഗ് ചെയ്ത ഒരു സംസ്ഥാനം കൂടിയായിരുന്നു വെസ്റ്റ് ബംഗാൾ. പക്ഷേ നാലാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ 5 മണ്ഡലങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ കഴിഞ്ഞ ദിവസം പോയത്. ആ 5 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന നാലാം ഘട്ടത്തിൽ അവിടെ 5% കുറവ് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് 2019 അപേക്ഷിച്ചുള്ളത്. പക്ഷേ 78% പശ്ചിമ ബംഗാളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ മറാഠ സംവരണ പ്രക്ഷോഭം കാര്യമായി സ്വാധീനിക്കാനിടയുള്ള മേഖലയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പോളിംഗ് നടന്നത്. അവിടെ 11 മണ്ഡലങ്ങളിലായിരുന്നു അവിടെ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. ഇവിടെ ഗ്രാമീണ വോട്ടർമാർക്കിടയിൽ ഭരണവിരുദ്ധ വികാരം അത് വലിയ ശക്തമായി ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ അവിടെ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ 8% നാലാം ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ പോളിംഗ് കുറയുകയും ചെയ്തു. കൂടാതെ മധ്യപ്രദേശിൽ 5% നാലാം ഘട്ടത്തിൽ ഇടിവ് സംഭവിച്ചത്. കൂടാതെ ബീഹാറിലും ജാർഖണ്ഡിലും ഇടിവ് താരതമ്യേന കുറവാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ നാലാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം പോളിംഗ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് ആദ്യ 3 ഘട്ടങ്ങളിലും 400 മുകളിലേക്ക് സീറ്റിംഗ് പോകും, NDയുടെ ഒരു സീറ്റ് നില 400 മുകളിലേക്ക് പോകുമെന്ന് അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ആ 3 ഘട്ടങ്ങളിലെയും പോളിംഗിന് ശേഷം അത് ഒരു രീതിയിൽ ഉയർത്തിക്കാട്ടാൻ BJP ശ്രമിച്ചിരുന്നില്ല. പക്ഷേ നാലാം ഘട്ടത്തെ പോളിംഗിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും അത് ഒരിക്കൽ കൂടി അവകാശവാദം ഉന്നയിക്കുന്നു. 400 മുകളിലേക്ക് ഇത്തവണ പോകും. കാരണം ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടില്ല. കൂടാതെ കശ്മീരിലടക്കം 36.14% പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ പോലും തന്നെ 1996 ശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ഘട്ടം കൂടിയാണ് ജമ്മു കാശ്മീരിൽ എന്ന് പറയുന്നത്. ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 36.14% അത് 2019 കണക്കുകൾ നോക്കുമ്പോൾ നാലാം ഘട്ടത്തിൽ അത് 16% മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് 2019 ഈ സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയ ശേഷം അവിടുത്തെ ജനങ്ങൾ കൂടുതൽ ഉത്സാഹത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. അത് വളരെ സന്തോഷം ഉളവാക്കുന്നതാണ്. ഒപ്പം തന്നെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നതിന്റെ തെളിവ്
കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധമായിട്ടുള്ള കാര്യം. എന്തായാലും പോളിംഗ് ശതമാനത്തിൽ വലിയ രീതിയിൽ ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളത് മറ്റു പാർട്ടികളെ സംബന്ധിച്ചും വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. അങ്ങനെ പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിക്കുമ്പോൾ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു നീക്കിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ പലപ്പോഴും 13-14% വോട്ട് രേഖപ്പെടുത്താറെങ്കിൽ 30-ലധികം ശതമാനം വോട്ട് രേഖപ്പെടുത്തി എന്നതിനെയാണ് പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുന്നത്.